സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായപ്പോൾ തന്റെ സിനിമയിലെ കുഞ്ചുണ്ണി എന്ന കഥാപാത്രത്തെ അനശ്വരനാക്കിയ സുരേഷ് ഗോപിയുടെ അഭിനയ മുഹൂർത്തങ്ങൾ അയവിറക്കുകയാണ് തൃശൂർ ജില്ലയിലെ വടക്കാഞ്ചേരി സ്വദേശി സന്തോഷ് കൈമൾ എന്ന കഥാകൃത്ത്. സിനിമയിൽ സുരേഷ് ഗോപി തിളങ്ങി നിൽക്കുന്ന കാലത്താണ് തന്റെ സിനിമയുടെ കഥ സന്തോഷ് കൈമൾ സുരേഷ് ഗോപിയോട് പറയുന്നത്. തൃശൂർ വടക്കുന്നാഥ മൈതാനിയിൽ കഴിയുന്ന ഒരു അമ്മയുടെയും മകന്റെയുമായിരുന്നു കഥയുടെ ത്രെഡ്. അതിനെ പിന്നീട് സന്തോഷ് കൈമൾ അന്യപുരുഷനിൽ ഗർഭിണിയാവുന്ന ബ്രാഹ്മണ സ്ത്രീയുടേതാക്കി മാറ്റി. ഉപനയനം വരെ നടത്തേണ്ട ഒരു കുടുംബത്തിന്റെ കഥയായി കാവ്യം എന്ന പേരിൽ സിനിമ പിറക്കുകയായിരുന്നു. കഥ കേട്ട സുരേഷ് ഗോപി പൂർണ്ണ മനസ്സോടെ സമ്മതം മൂളി. ആലങ്കോട് ലീലാകൃഷ്ണനായിരുന്നു ചിത്രത്തിന്റെ തിരക്കഥ. നവ്യ നായരായിരുന്നു നായിക. സുരേഷ് ഗോപിയുടെ കുഞ്ചുണ്ണി എന്ന കഥാപാത്രം ഏറെ മികച്ചതായിരുന്നു. ഒറ്റപ്പാലം പരിക്കാശ്ശേരി മനയിൽ വെച്ച് നടന്ന സിനിമയുടെ ചിത്രീകരണ ഓർമ്മകൾ അയവിറക്കുകയാണ് സന്തോഷ് കൈമൾ. ഞാൻ 2007 സുരേഷ് ഗോപി വെച്ച് കാവ്യം എന്നുള്ളൊരു സിനിമയ്ക്ക് വേണ്ടി കഥ എഴുതുന്നത്. അദ്ദേഹം ആദ്യം ഞാൻ അദ്ദേഹത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അദ്ദേഹം എൻ്റെ പടത്തിനകത്ത് ഒരു ഗസ്റ്റ് അപ്പിയറൻസ് മാത്രമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അതിനുവേണ്ടിയാണ് അദ്ദേഹത്തെ ഞാൻ സമീപിച്ചത്. പിന്നീട് അതിൻ്റെ കഥ മുഴുവൻ അദ്ദേഹം കേൾക്കുകയും അങ്ങനെ അതിൽ കുഞ്ചുണ്ണി എന്നുള്ള കഥാപാത്രം പുള്ളി ഏറ്റെടുക്കുകയും വളരെ അതിഗംഭീരമായി ആ കഥാപാത്രത്തെ പുള്ളി ചെയ്യുകയും ചെയ്തു. ചില സാങ്കേതിക അവസ്ഥകളും പിന്നെ അതുപോലെ സാമ്പത്തിക അവസ്ഥയും കാരണം ആ സിനിമ അന്ന് റിലീസ് ചെയ്യാൻ ഞങ്ങൾക്ക് സാധിച്ചില്ല. വളരെ അദ്ദേഹം നന്നായി ഞങ്ങളോട് കൂടെ നിന്ന് അതിനെല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു തരികയും സത്യത്തിൽ ആ ഒരു സിനിമ ഇറങ്ങിയിരുന്നെങ്കിൽ കളിയാട്ടത്തിന് ശേഷം പുള്ളിക്ക് കിട്ടുന്ന അടുത്തൊരു അവാർഡ് കൂടി അതിനകത്ത് കിട്ടുമായിരുന്നു എന്ന് ആ പടം പ്രിവ്യൂ കണ്ട പല ആൾക്കാരും പറയുണ്ടായി. അതിനകത്ത് പിന്നീടുണ്ടായ കുറേ സാഹചര്യങ്ങൾ കൊണ്ട് ആ സിനിമ അന്ന് റിലീസ് ചെയ്യാൻ ഞങ്ങൾക്ക് ആർക്കും സാധിച്ചില്ല. കുറച്ച് കാലങ്ങൾക്ക് മുമ്പേ തൃശ്ശൂർ വടക്കുന്നാഥൻ മൈതാനത്ത് ഒരു അമ്മയും മകനും ഇങ്ങനെ നടക്കുന്ന കാര്യങ്ങൾ നമുക്കറിയാമായിരുന്നു. ഒരു ദിവസം ഞാൻ ഇതുപോലെ വിഷുക്കണിക്കൊന്ന മേടിച്ച ഒരു പേപ്പറിനകത്ത് ആ പേപ്പറിൽ പാപകർമ്മങ്ങളൊന്നും ചെയ്തിട്ടില്ലെങ്കിലും ഗതി കിട്ടാതെ അലഞ്ഞടക്കും, വിധി ഒടുങ്ങും വരെ വിധിഭീതമായ പ്രയാണം എന്നെഴുതിയ ഒരു വരികളും ഒപ്പം അതിനകത്ത് ഈ അമ്മയുടെയും മകൻ്റെയും ഒരു ഫോട്ടോയും വെച്ചിട്ടുള്ളൊരു കുറിപ്പ് ഞാൻ കാണാനിടയായി. ആ കുറിപ്പാണ് ഈ കഥയിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം എനിക്ക് ഒരുക്കിയത്. അവിടെ ചിന്തിച്ചു എന്തായിരിക്കും ഇവരുടെ ജീവിതം, ഇവരെങ്ങനെയാണ് ഇങ്ങനെ ആയിപ്പെട്ടത്. അപ്പോൾ അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഇവരിങ്ങനെ എത്താനുള്ള ആ ഒരു കാരണം തേടി ഞാൻ ആ കഥയിലേക്ക് ഇറങ്ങുകയും അങ്ങനെയാണ് ഈ കഥ ഉണ്ടായിരുന്നത്. ആ കഥയുടെ ഒരു അംശം പറയുകയാണെങ്കിൽ അതിനകത്ത് വളരെ പഴയ കാലത്ത് പുരാണത്തിലുണ്ടായിരുന്ന ബ്രാഹ്മണ കുടുംബങ്ങളിൽ വളരെ മുതിർന്ന 10, 50, 60 വയസ്സായിട്ടുള്ളൊരു ബ്രാഹ്മണന് 30 വയസ്സായിട്ടുള്ള ഭാര്യ എന്നുള്ളൊരു കൺസെപ്റ്റും അതിനെ ബേസ് ചെയ്തുണ്ടാകുന്ന അന്യപുരുഷനാൽ ഗർഭിണിയാകപ്പെട്ട ബ്രാഹ്മണ സ്ത്രീക്ക് നിർബന്ധിതമായി ആ കുട്ടിക്ക് ഉപനയനം നടത്തേണ്ടി വരികയും പിന്നീടുണ്ടാവുന്ന പ്രശ്നങ്ങളുമായിരുന്നു ആ സിനിമയുടെ ഇതിവൃത്തം. ചില സാങ്കേതിക കാരണങ്ങളാൽ സിനിമ വെളിച്ചം കണ്ടില്ല. ചിത്രം റിലീസ് ചെയ്തെങ്കിൽ കളിയാട്ടത്തിന് ശേഷം സുരേഷ് ഗോപിയുടെ മറ്റൊരു കഥാപാത്രത്തെ മലയാളികൾക്ക് കാണാൻ കഴിഞ്ഞേനെ. നായകനായ സുരേഷ് ഗോപിക്ക് പുറമെ വിജയരാഘവൻ, മനോജ് കെ ജയൻ, കുഞ്ചൻ, മച്ചാൻ വർഗീസ് തുടങ്ങിയവരും ചിത്രത്തിൽ അഭിനയിച്ചിരുന്നു. സിനിമയെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന സന്തോഷ് കൈമൾ ദ ഫെയ്ത്ത് എന്ന സിനിമയുടെ അണിയറയിലാണ്. സെപ്റ്റംബറിൽ ചിത്രത്തിന്റെ ചിത്രീകരണം വയനാട്ടിൽ വെച്ച് ആരംഭിക്കും. എന്റർടൈൻമെന്റ് ഡെസ്ക്, എനി ടൈം ന്യൂസ്. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.